മുൻപ് പറഞ്ഞു നിർത്തിയ ഒരു വാർത്തയിലേക്ക് വരാം. ഇടുക്കി കമ്പംമെട്ടിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതായി പരാതി. 14 വയസ്സുകാരനുൾപ്പെടെ 3 പേർക്ക് മർദ്ദനമേറ്റു. 3 ബൈക്കുകളിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. ജോയ്മോൻ ഉണ്ട് വിവരങ്ങളുമായി. ജോയ്മോൻ, വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? സരിക, ഇതുവരെയായിട്ടും എന്താണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് അല്ലെങ്കിൽ ആക്രമിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വ്യക്തമല്ല. എന്തായാലും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇന്നലെ രാത്രി 9:30 ഇത്തരത്തിലൊരു ആക്രമണം ഈ വിദ്യാർത്ഥികൾ നേരിടേണ്ടി വരുന്നത്. 3 പേർക്കാണ് മർദ്ദനമേറ്റത്. ഇതിൽ ഒരാൾ 14 വയസ്സുകാരാണ്. അതായത് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയും കൂടി ഈ ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ചിരുന്നു. അതായത് ഇന്നലെ ദുഃഖവെള്ളിയുടെ കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ ദുഃഖവെള്ളി ദിവസമായി ഇന്നലെ കുരിശുമല കയറാൻ ഈ വിദ്യാർത്ഥികൾ 3 പേരും പോയിരുന്നു. ഇവർ പോയി തിരികെ വരുന്ന ശേഷം ആണ് ഇത്തരത്തിൽ ഒരു ആക്രമണ സംഭവം അല്ലെങ്കിൽ ഇത്തരത്തിൽ ബൈക്കിലെത്തിയ 3 ബൈക്കിലെത്തിയ സംഘം ഇവരെ വഴിയിൽ തടഞ്ഞു നിർത്തുകയും പിന്നാലെ ആക്രമിക്കുകയും അസഭ്യം പറയുകയുമായിരുന്നു. ഇവർ ഈ പരിസരവാസികൾ തന്നെയാണെന്നാണ് ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് പറയുന്നത്. പക്ഷേ നിലവിൽ ആരാണ് എന്നുള്ളത് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഈ വിദ്യാർത്ഥികളെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തി നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഈ 3 പേര്, അതായത് ജെയിൻ ജോയ്, അതുപോലെ തന്നെ ടോജോ, അതുപോലെ ഈ ടോജോയുടെ സഹോദരനായ 14-കാരൻ, ഇവർക്കാണ് മർദ്ദനമേറ്റത്. ഇവർ ഈ സുഹൃത്തിന്റെ വാഹനം ഈ കുരിശുമലയിൽ പോയി തിരിച്ചു വരുന്ന വഴി സുഹൃത്തിന്റെ വാഹനത്തിലായിരുന്നു പോയത്. അത് തിരികെ പോവാൻ അല്ലെങ്കിൽ തിരികെ നൽകാൻ പോകുന്ന വഴി ഇവരെ ഈ മൂവർ സംഘം അല്ലെങ്കിൽ 3 ബൈക്കിലെത്തിയ സംഘം തടഞ്ഞു നിർത്തുകയും ആക്രമിക്കുകയുമായിരുന്നു. എന്തായാലും ഈ വിദ്യാർത്ഥികൾക്കൊക്കെ 3 പേർക്കും സാരമായ പരിക്കുകൾ ഏറ്റിരുന്നു. അവർ ഇന്നലെ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ചികിത്സയ്ക്ക് ശേഷം ഇന്നാണ് അവർ പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി. ഇപ്പൊ പോലീസിനൊപ്പം തന്നെ ചൈൽഡ് ലൈനിലും വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചു. ഇടുക്കിയിൽ നിന്ന് ജോയ്മോൻ ജോസാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.